നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഈ ഒരു രീതിയിലാണ് യൂസ് ചെയ്യാറുള്ളത്? അധിക പേർക്കും ഹാൻഡ് ബ്രേക്ക് എങ്ങനെ യൂസ് ചെയ്യുന്ന അറിയണമല്ലോ, എസ്പെഷ്യലി ബിഗിനേഴ്സിനൊക്കെ. നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിലുള്ള ബട്ടൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പോലും അധിക പേർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഹാൻഡ് ബ്രേക്ക്, നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് നമുക്ക് എത്ര ഇതിൽ ഉയർത്താൻ പറ്റുന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ വലിക്കുന്ന സമയത്ത് ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കാം, പിന്നെ ഒരു സൗണ്ട് കൂടെ കേൾക്കാം. അങ്ങനെ ചിലത് നമ്മൾ 5-6 സൗണ്ട് വരെ നമുക്ക് സ്റ്റെപ്പ് വരെ നമുക്കിത് ഉയർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഇടുന്ന സമയത്ത് ഈ ഫ്രണ്ടിൽ ബട്ടൺ ഒന്നും പ്രസ് ചെയ്യാണ്ട് നമ്മളൊരു പരന്ന പ്രതലത്തിലാണെങ്കിൽ നമുക്കൊരു 3-4 ആ ഒരു സ്റ്റെപ്പ് വരെ ഹാൻഡ് ബ്രേക്ക് പൊന്തിച്ചാൽ മതിയാവും. അപ്പം അത്രയും ഉയർത്തിയതിന് ശേഷം നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അതെല്ലാം നമ്മളൊരു ചെരിഞ്ഞ നമ്മളൊരു കയറ്റത്തിലോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 സ്റ്റെപ്പും കൂടെ കൂടുതൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് മുകളിലോട്ട് ഉയർത്തി വെക്കാം. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടേണ്ടത്. ഇനി നമ്മളത് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഹോൾഡ് ചെയ്തിട്ട് ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ അത് പ്രസ് ചെയ്തിട്ട് വേണം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരിക്കലും ഹാൻഡ് ബ്രേക്ക് ഇടുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ടിലെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വലിക്കാൻ പാടില്ല. റിലീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടുമ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ ഇട്ടിട്ട് വേണം ഹാൻഡ് ബ്രേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം പിന്നെ നമ്മൾ പാർക്കിങ്ങിലോട്ട് ഇടാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിനൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും.